നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തെ ഈ അടുത്തായി നടുക്കിയ ഒരു സംഭവമാണ് പാലക്കാട് സജിത കൊലക്കേസ് പ്രതിയായ ചെന്താമര വീണ്ടും പുറത്തിറങ്ങി ഒരു ഇരട്ട കൊലപാതകം നടത്തിയത്. 58 വയസ്സുകാരനായിട്ടുള്ള ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് മാത്രമല്ല, നെന്മാറ പോലീസ് കാട്ടിയ വലിയ അലംഭാവത്തിനിരയായി കൂടിയാണ്, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് കാരണക്കാരായി മാറിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നുള്ള വിശദ വിവരമാണ് ലഭിക്കുന്നത്. 1.5 മാസം മുമ്പായിരുന്നു സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം കിട്ടി ചെന്താമര പുറത്തിറങ്ങിയത്. പക്ഷേ ജാമ്യവ്യവസ്ഥയിൽ കൃത്യമായി പറയുന്നുണ്ട് നെന്മാറ പഞ്ചായത്തിൽ കടക്കരുതെന്ന്. എന്നിട്ട് പോലും അതിനെ ലംഘിച്ചുകൊണ്ട് പ്രതി കഴിഞ്ഞ 1.5 മാസക്കാലം നെന്മാറയിലുണ്ടായിരുന്നു. അവിടുത്തെ സ്വന്തം വീട്ടിൽ തന്നെ കഴിയുന്നുണ്ടായിരുന്നു. ഇതിൽ ഭയപ്പെട്ട് സജിതയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു, പോലീസിനെ സമീപിച്ചിരുന്നു. വേണ്ട രീതിയിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലൊക്കെ തന്നെ അവർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച, അലംഭാവം ഇത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. ചെന്താമരയെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് പോലും പോലീസാണെന്ന് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും. തന്നെ ഒരു തരത്തിലും നിയന്ത്രിക്കുന്നില്ല, തൻ്റെ മേൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ധൈര്യമായിരിക്കണം ചെന്താമര ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് കടന്നത്. ഈ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വീഴ്ച സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് പാലക്കാട് SP-യോട് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം തേടിയിരിക്കുന്നത്. നാട്ടിലെത്തിയ കാര്യം നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരന്റെ ബന്ധുക്കളും ഒക്കെ തന്നെ പോലീസിനെ അറിയിച്ചിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും കാര്യമായ രീതിയിൽ സംഭവിച്ചില്ല. അതുതന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഉന്നതതലത്തിലുള്ള പോലീസ് ഇടപെടൽ ഇത് മനസ്സിലാക്കി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പിറകെയാണ് സംഭവത്തിൽ പോലീസിന് വീഴ്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകാനായി ADGP ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുധാകരൻ്റെയും മകളുടെയും പരാതി അവഗണിച്ചത് പോലീസിൻ്റെ ഏറ്റവും വലിയ വീഴ്ച തന്നെയാണെന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാതെ എടുത്തു പറയാവുന്നതാണ്. കുടുംബത്തിനെതിരെ ചെന്താമര കൊലവിളി മുഴക്കിയിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് നോക്കുകുത്തിയായിരുന്നു? എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? ഇതൊരു ഗുരുതര വീഴ്ചയല്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താണ് നിങ്ങൾ മറുപടി പറയുക? സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് നെന്മാറ പോലീസിനെതിരെ ഇപ്പോൾ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. വീഴ്ചയാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാസം മുൻപ് സുധാകരനും കുടുംബവും ചെന്താമരയ്ക്കെതിരെ പരാതി കൊടുത്തു. എന്നാൽ അതിന് നടപടിയെടുക്കുകയോ തക്കതായ നീക്കങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാതെ ചെന്താമരയെ വിരട്ടിവിടുകയാണ് പോലീസ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്. എന്തായിരുന്നാലും പോലീസ് സ്റ്റേഷനിലെ നെന്മാറ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതിയെ പ്രദേശത്ത് തന്നെ പോലീസ് തുടരാനായി അനുവദിച്ചു. ജാമ്യം റദ്ദാക്കാനുള്ള കടുത്ത നടപടി എന്തുകൊണ്ട് പോലീസ് സ്വീകരിച്ചില്ല? ഈ വിശദീകരണം അടക്കം തേടിയിട്ടുണ്ട്. നെന്മാറ SHO അടക്കമുള്ളവർക്കെതിരെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികളും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ചെന്താമരയ്ക്ക് വേണ്ടി അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതി നാട് വിട്ടു എന്ന് കരുതുമ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം സുധാകരന്റെ വീടിന് പിറകിലെ പാടത്തിലൂടെയാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. പ്രതിയുടെ സ്വഭാവം അനുസരിച്ച് വനത്തിനുള്ളിലും അരക്കമലയിലും ഒക്കെ തന്നെ പ്രതി ഉണ്ടാകുമെന്നുള്ള സംശയമായിരുന്നു പോലീസിന് ആദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി 4 പ്രത്യേക പോലീസ് സംഘം പല രീതിയിലായി അന്വേഷണം നടത്തുകയാണ്. ചെന്താമരയുടെ ചില ബന്ധുക്കൾ തിരുപ്പൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകാം, തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിരിക്കാം എന്നുള്ള സംശയവും പോലീസ് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ആലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ചെന്താമരയുടെ സഹോദരനുമായി ഒരു സംഘം തിരുപ്പൂരിലേക്ക് യാത്രയും തിരിച്ചു. ഡ്രോൺ പരിശോധന അടക്കം കഴിഞ്ഞ ദിവസം ആരംഭിച്ചതാണ്. പോത്തുണ്ടി മലയടിവാരത്തും പോലീസ് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമാണ് ഒരു കുടുംബത്തെ തന്നെ അനാഥമാക്കി ഒരു തവണ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി ജയിലിൽ പോയി പുറത്തിറങ്ങി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 ഓഗസ്റ്റ് 30-നായിരുന്നു സജിതയുടെ മരണം. 6 വർഷത്തിനിപ്പുറം ചെന്താമര വീണ്ടും കൊലക്കത്തിയെടുത്തു. ചെന്താമരയുടെ ഭാര്യ അയാളുമായി പിരിയാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഇതുകൂടാതെ ഇയാൾ ഒരു സൈക്കോ ആണെന്നും നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. മാനസിക വിഭ്രാന്തി അടക്കം പങ്കുവയ്ക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇനിയും നിരവധി ആളുകളുടെ ജീവൻ എടുക്കാൻ കെൽപ്പുള്ള ഒരു കൊടും ക്രിമിനലാണ് ചെന്താമര എന്നും നാട്ടുകാർ ആരോപിക്കുകയാണ്. അടുത്ത മാസം തന്നെ വിചാരണ ആരംഭിക്കാനിരിക്കുമ്പോഴാണ് പ്രതി വിയൂർ ജയിലിൽ നിന്നും ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി നെന്മാറയിൽ തന്നെ വന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നുള്ള കടുത്ത നിയമവ്യവസ്ഥയൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് പോത്തുണ്ടിയിലെ വീട്ടിൽ എത്തിയത്.
ഇതൊക്കെ തന്നെ മനസ്സിലാക്കിയ പോലീസ് നിർവീര്യമായിരുന്നു. കയ്യും കെട്ടി നോക്കി നിന്നു. കൊലക്കത്തിയെടുത്ത് ചെന്താമരയ്ക്ക് കൊടുത്തു എന്ന് പോലും പ്രദേശവാസികളും ബന്ധുക്കളും ആരോപിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അതേസമയം ചെന്താമരയുടെ വീട്ടിൽ നിന്നും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന കൊടുവാളും അതുപോലെ തന്നെ വിഷക്കുപ്പിയും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യം നടത്തിയ ശേഷം ഒരുപക്ഷെ ചെന്താമര എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിരിക്കുമെന്നുള്ള അനുമാനവും ആദ്യം പോലീസിനുണ്ടായിരുന്നു. 2019 സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊടുവാൾ ഏതാണോ അതിന് സമാനമായൊരു കൊടുവാൾ തന്നെയാണ് ഇത്തവണയും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കുപ്പി, പാതി ഒഴിഞ്ഞ ഒരു വിഷക്കുപ്പി ചെന്താമരയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്കായി വിട്ടിട്ടുണ്ട്. വിഷം കഴിച്ചിട്ടാണോ ചെന്താമര ഒളിവിൽ പോയത് എന്നുള്ള സംശയം കൂടിയുണ്ട്. എന്തായിരുന്നാലും ഇത്രയും കാലത്തിനിടയിൽ എങ്ങനെ കൊലപ്പെടുത്തണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നുമുള്ള കൃത്യമായ ആസൂത്രണം ചെന്താമരയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.